ഹായ്, എല്ലാവർക്കും നമസ്കാരം. HD മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മിനിറ്റ്, വേറൊരു കാര്യം പറയാനുണ്ട്. ഈ മനുഷ്യനെ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ സുഹൃത്തിനെ ഞാനൊരു റിവ്യൂ ചെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയതാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഹാർലി ഫാനിനെ പരിചയപ്പെടുത്താനാണ് പോകുന്നത്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി, ശരത്ത് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് വല്ലാർപാടം കണ്ടെയ്നർ ആ റോഡിൽ റിവ്യൂ ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു ഹാർലി ഫാൻ വന്നതും പിന്നെ അതിനുശേഷമുണ്ടായ കുറച്ച് സംഭവവികാസങ്ങൾ നിങ്ങളെ കാണിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളെ ഞാൻ കണ്ടുമുട്ടി. അയാളുടെ ഒരു എക്സ്പ്രഷൻ, അയാളുടെ ഒരു ചെറിയൊരു ഡ്രീം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റി. ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ബിഗിൻ. ഇത് സൂപ്പർലോ സെയിം എൻജിൻ തന്നെയാണ്, അയണിൻ്റെ എൻജിൻ തന്നെയാണ്. അതിൻ്റെ സെയിം എൻജിൻ. എവിടെ സ്ഥലം ചേട്ടൻ്റെ? എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. ഞാനിവിടെ ഹാർലിയിൽ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി. ശരി. എന്താണ് ചേട്ടൻ തോന്നണത് വണ്ടി ഓടിച്ചിട്ട്? ഒരു രക്ഷയില്ല. ഓടിക്കാനുള്ള റോഡില്ലെന്നുള്ളത്. ഓടിക്കാനുള്ള റോഡ് ഇതുപോലെ ഇതൊക്കെ ഉണ്ട്. ഞാൻ പറയണത് ഇതിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മോഡലിനും ഓരോ പ്രശ്നമുള്ള. ഈ മോഡലിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെന്നുള്ളൂ. എല്ലാം കൊണ്ട് അടിപൊളിയാണ്. അപ്പോൾ കൊടുക്കും ഒരു മിനിറ്റ്. വണ്ടി അടിപൊളിയാട്ടോ ഓടിക്കാൻ. ഇല്ല, ഞാൻ റൈഡ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. അപ്പം അതിൽ ഞങ്ങളുടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഗ്രാമപ്രദേശം എന്റെ വീട് അടുത്താണ്. ഇവിടെ മറ്റേ പെഴലി എന്ന സ്ഥലമില്ലേ, പേലപ്പുറത്താണ്. അവിടെ നമ്മളൊരു ഫ്രണ്ടാണ്. കണ്ടില്ലേ? പണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ റോഡ് വന്നതിന് ശേഷം കഴിഞ്ഞ പരിപാടി ഇല്ലത് റൈഡ് ചെയ്യാൻ പോണു. റൈഡ് ചെയ്തിട്ട് പറഞ്ഞോണ്ടിരിക്കും. അവിടെ ഇത് യൂട്യൂബിലിടും. യൂട്യൂബിൽ ചാനലുണ്ട്. എൻ്റെ മോനെ 2 പിള്ളേരുണ്ട് എനിക്ക്. മോന് 6th-ലാണ്. അവന് ഭയങ്കര ക്രൈസാണ്. ഞാനോ ചെറുപ്പത്തിലെ തൊട്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്നും ഓടിച്ച് എന്റെ വീട് വരാൻ വരാമോ? ഫ്രണ്ടിൽ പോകും. അപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബർ അല്ല, ഒരു ഹാർലി ഇഷ്ടമുള്ള ഒരാൾ കിട്ടിയിട്ടുണ്ട്. ഒരാളെടുത്തേക്കൊന്നും പോയിട്ടില്ല. ഓരോരുത്തരുടെ ആഗ്രഹം. കണ്ടോട്ടെ ഇതൊക്കെ ഒരു സന്തോഷല്ലേ? എന്താ പേരെന്താണ്? എന്റെ പേര് ശൈലേഷ്. ശൈലേഷ് അല്ലേ? എന്താ ഇവിടെ വർക്ക് ചെയ്യണപ്പോ? ഞാൻ ഹാർലിയിലാണ് വർക്ക് ചെയ്യുന്നത്, കോഴിക്കോട്. കാലിക്കറ്റ്. പിന്നെ ഇവിടെ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ.
ഒരു നിമിഷം അറിയോ? ഓ അവിടെ സ്റ്റാഫായിരുന്നു. നിമിഷം അവിടെ സ്റ്റാഫായിരുന്നു. നിമിഷം ഒരു വെളുത്തിട്ട് ഇപ്പൊ മാരേജ് ആണ് വിജിലിനായിട്ട്. ഇവിടെ കൊച്ചിയിൽ. എനിക്കറിയാം, ഫ്രണ്ടാ. ബേസിക്കലി അവള് ഇവിടെ കണ്ണൂര്. ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ ഓർക്കുണ്ടാവും കേട്ടോ. ഹിന്ദിയിലെ വർക്ക് ചെയ്ത രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ. ഫോട്ടോ എടുത്താണോ? നമ്മളൊരു ഫാനിനെ കാണാൻ വന്നേക്കാം. ഞാൻ എടുത്തരാം. എൻ്റെ ഫോൺ 2 ദിവസം പൊട്ടി. ആണെങ്കിൽ എൻ്റെ എടുത്ത് തന്നിട്ട് ഞാൻ അയച്ചുതരാം. അന്നലെ അതാ നല്ലത്. എനിക്ക് ഞാൻ ഇതിൽ എടുത്തരാം. ചന്തപ്പാ ഇങ്ങ വന്നേ. നാണായി. ഇതാണ് ശരിക്കും ക്രേസ് ഉള്ളവരും ക്രേസ് ഇല്ലാത്തവരും തമ്മിൽ വ്യത്യാസം. അതാണ് അവസരങ്ങളൊക്കെ വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. അതാണ് എനിക്ക് നിങ്ങൾ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞോ. ഞാൻ അല്ലെങ്കിൽ ഒന്ന് പോയത് അതൊന്നുമില്ല, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാതെ. കാരണം ഇത് ഒരിക്കലും അവൻ എനിക്ക് തന്നു. ക്രേസ് മാത്രമായിട്ട് കാര്യമില്ല. ഇല്ല, അത് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു മുതലെന്ന് വെച്ചാൽ നമ്മളെ സ്വപ്നം എത്രത്തോളം ഉണ്ടോ അത് അനുസരിച്ചാണ് എത്തിപ്പെടുത്തൊക്കെ. സ്വപ്നത്തിന്റെ പവർ അനുസരിച്ച് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കിട്ടിയിരിക്കും. ഈ ഫാൻറ്റം മോഡല് ഇപ്പൊ ഇല്ലല്ലേ? ഏത് മോഡൽ? ഫാൻറ്റം അല്ല, ഫാറ്റ് ബോയ്, ഫാറ്റ് ബോബ് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് തന്നെ ഞാനതെ. ഞാൻ ആ ഒരു വണ്ടി കണ്ടിട്ടാണ് എനിക്ക് ഇതെന്താന്ന് അറിയാൻ തോന്നിയത്. പിന്നെ ഇതിൽ ജോലി ചെയ്ത് 2013 ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ. അത് കഴിഞ്ഞ് ഓ നമ്പർ താ, ഞാനതാണ് വെറുതെ. 9633 ഹെൽമെറ്റ് ഫുൾ വെച്ചോട്ടോ. ഇല്ല, ഞാനത് വാട്സ്ആപ്പ് 9633 430. ഞാൻ മിസ് കോൾ അടിച്ചേക്കാം കേട്ടോ. എനിക്ക് വാട്സപ്പിൽ ഹൈറ്റ് ഞാൻ ചെന്നിട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഹാപ്പി. ഒന്ന് ഇതിന്റെ ഗർജന ഇതിപ്പോ കാണിച്ചു തരാ. ഇത് കോള് പോകും. ആദ്യം കൊറോണ കേൾക്കണം, എന്നിട്ട് പോവുള്ളൂ. ഗർജനം കാണിച്ചു തരാം. ആ 550 കേട്ടോ ലാസ്റ്റ് എൻ്റെ നമ്പർ. ഗർജന. കണ്ടോ? അതിന്റെ സൗണ്ട് വേറെ കിട്ടിയിട്ടില്ല. അതന്നെ വെറുതെ കൊടുത്തോയിക്കോ. എന്റെ വീഡിയോ നിങ്ങളെ എപ്പോഴാ ഞാൻ നമ്പർ സേവ് ഞാൻ ഈ വഴി വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ എന്താവശ്യം ഉണ്ടെങ്കിലും വന്നോ. നിങ്ങളുടെ എനിക്ക് ആറ്റിറ്റ്യൂഡ്. ഞാനൊരു ചാനലുണ്ട് എനിക്ക് യൂട്യൂബാണ് തുടങ്ങിയിട്ടുള്ളൂ. ആ ഒരു ചാനലിൽ ഇപ്പൊ ഇത് വണ്ടിനെ കുറിച്ച് ചേട്ടനും പേരും ചിലപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഞാൻ ഇന്നലെ വാട്സപ്പിൽ അയച്ചാ. ഓക്കെ, മോളുടെ പേരെന്താ? മോന്റെ
ഗാരി മെൽ. നല്ല പേരാണോ? നമ്മള് ശരിക്കും ആ അർണോൾഡിന്റെ അന്നത്തെ ആ പോക്കില്ലേ, പലരും ഞാനൊക്കെ അത് കണ്ടിട്ടാണ് അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഒരു ബ്രാൻഡിനെ ഹിറ്റ് ആക്കിയാണ് അയാള് ശരിക്കും അല്ലേ. പിന്നെ അമേരിക്കൻ കുറെ പടങ്ങളിൽ ഉണ്ടല്ലോ ഈ സാധനങ്ങളൊക്കെ. ഒരു കിങ് ആണ് ഇവര്. എപ്പോഴും ആ പഴയ ടെക്നോളജി മൂടി പിടിച്ചിട്ട് ഇതിപ്പോ ഈ വണ്ടിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ വലിയ വണ്ടികളാണ് കൂടുതലും ഇമ്പോർട്ട് ചെയ്യാം. ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് പാർട്സ് വരും. ഇന്ത്യയിൽ പാർട്സ് വന്നിട്ട് അസംബിൾ ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെക്കും. 2010 തൊട്ട് വന്നാണ് ഈ വണ്ടിയൊക്കെ. കാരണം ഡയറക്റ്റ് വരുമ്പോ ഭയങ്കര ടാക്സ് കുറവാണ്. എന്തായാലും എന്നെ പോലെ ആരെ അപ്രോച്ച് ചെയ്താലും അവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അത്രേ ഉള്ളൂ. ബ്രാൻഡിനോടുള്ള ഒരു ഇതാണ്, ബ്രാൻഡ് വിജയിക്കും. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊക്കെ ശരിക്കും പറഞ്ഞ ആ ഒരു ഡ്രീം ഇല്ലേ, അതെന്നെ കണ്ടിരിക്കുക. കിട്ടും ഇങ്ങനെ എടുത്തിട്ട് എന്നെ വിളിക്കും. ഇതിന് 5 കണ്ടുള്ളൂ. സെക്കൻഡ് പല റേറ്റിലും കിട്ടുന്നുണ്ട്. എന്റെ ചാനലിലേ 5, 3 രൂപ, 4 രൂപ പല റേഞ്ച് ഉണ്ട്. സെക്കൻഡ്സ് കിട്ടും. അപ്പൊ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിന്റെ കണക്ഷൻ ഉണ്ട്? ഉണ്ട്. വണ്ടികൾ ഉണ്ടെങ്കിൽ റേറ്റ് ഉള്ള വണ്ടിയൊക്കെ നമുക്ക് എടുത്തരാം. ഓൺ റോഡ് പുതിയതിന് 5.5. ഇതിന് അന്ന് ഇപ്പം ഇത് ഇറങ്ങണില്ല. ഇപ്പം ഇറങ്ങണതിന് 6 സംതിങ് വരും. ഒരു കാര്യം ചോദിച്ചോട്ടെ, മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയായിരിക്കും? നമ്മൾ കാറ് മെയിൻറ്റെയിൻ ചെയ്തില്ലേ ആ കോസ്റ്റ്, നോർമൽ കോസ്റ്റ്. അതായത് ഒരു കാറ് സർവീസ് ചെയ്യുമ്പോൾ ഒരു 10,000 രൂപ 15,000 രൂപ ഒക്കെ ഓരോ വണ്ടിക്ക് വരുമല്ലോ, ഓരോ വണ്ടിക്ക് അനുസരിച്ച്. ഇത് പ്രീമിയം ആണ് വണ്ടി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിനൊരു 10,000 രൂപ സർവീസ് ചാർജ് വരും. ഓയിലെല്ലാം കൂടെ മാറുമ്പോൾ 10,000 രൂപ. പിന്നെ വാറണ്ടി ഉണ്ട്, അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയാണ്. ഓടുന്ന വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഇല്ല. ഓടിക്കൊണ്ടിരുന്ന വണ്ടിക്ക് നല്ല ഓടാതിരുന്നാൽ ഈ കേബിള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകും. സർവീസ് ലിമിറ്റ് എത്രയാണ്? 5,000 ഒക്കെ. അതായത് ആദ്യം ഫസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ ഒരു മാസം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ 8,000 അതായത് 1000 മൈലില്ലേ, 8,000 കിലോമീറ്റർ അങ്ങനെയാണ് നോക്കണം. 8,000 കിലോമീറ്റർ നമ്മുടെ റെഗുലർ യൂസിൽ ഒരിക്കലും പോകില്ല. ഇല്ല, ഇടയ്ക്ക് എടുക്കണം ഈ സാധനം. വണ്ടി ഉണ്ടെന്ന് ഓർമ്മ വേണം വീട്ടിൽ. വണ്ടി എടുക്കണം. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് കാറിൻ്റെ ഒക്കെ പോലെ തന്നെ. 2 എഞ്ചിനാണ്, 883 cc. ഒരു മാരുതി 800 അതിനേക്കാൾ 83 cc കൂടുതലാണ് ഇത്. അപ്പോൾ ആ ഒരു കാറിൻ്റെ മൈലേജ് കിട്ടും. ഞാൻ ഓടിച്ച വണ്ടികൾക്കൊക്കെ ഏകദേശം 20, 25. അത് ഓരോരുത്തർ ഓടിക്കുന്ന സ്റ്റൈലാണ് കേട്ടോ. 10 കിട്ടുന്നവരുണ്ട്. അതിങ്ങനെ റഷായിട്ട് ഓടിക്കുന്നവർക്ക് അത്രേ കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് പോയിക്കോ. അതായത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അറിയാം, ഈ ഒരു വണ്ടിയിൽ മാത്രം നമ്മൾ ഇവിടെ ഇറങ്ങിയ ഒരു വണ്ടി, ഇപ്പൊ കേരളത്തിൽ ഓർഡർ ഒരു വണ്ടി ഇപ്പൊ 135 ആയിരുന്നു എന്റെ കാലഘട്ടങ്ങളിൽ. ആ സമയത്തൊക്കെ കളിക്കുന്ന സമയത്ത് അത് പരമാവധി അവനങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്ത ആൾക്കാരെ അറിയിപ്പിച്ച് അങ്ങനെ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വണ്ടി പോലും അതായത് ഒരു ബഹുമാനില്ലാത്ത രീതിയിൽ ഓടിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ആ റേഞ്ചിൽ. അതായത് നമ്മളിപ്പോ ആസ്വദിക്കാം. അതായത് ഇങ്ങനെ ക്രാങ്ക് ചെയ്യുമ്പോ ഉള്ള സൗണ്ട് വന്നത്. ഇത് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഹാർലിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയും സൈലന്റ് ആയിട്ട് വണ്ടി പോകും. അതെ, അങ്ങനെ ഒരു സംഭവം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവിടെ ആരെങ്കിലും കൊച്ചിയിലാരെങ്കിലും പറഞ്ഞോളൂ ഹാർലി? ശ്രീമൂല നഗരം ബഷീർക്ക് അറിയാമോ? എടുത്തിട്ടുണ്ടായിരുന്നു 35 lakhന്റെ. അറിയാം, പക്ഷെ ഞാൻ കോഴിക്കോടായിരുന്നു. പുള്ളി ഭയങ്കര റിച്ച് ആണ് അത് പുള്ളിക്കാരൻ. അപ്പം ഞാൻ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് മ്യൂസിക് സിസ്റ്റം എല്ലാം ഉണ്ടായിരുന്നു. അതായത് 2 സൈഡിലും പെട്ടിയൊക്കെ വെച്ചിട്ട് നല്ല ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ ശ്രീമൂല നഗരം. റോക്കിങ് ഉപയോഗിക്കുന്ന സൗദി അറേബ്യയിൽ ബിസിനസ് ഇതാണ്. അതന്നെ ഒരു സമയമാകുമ്പോൾ നമ്മളെ കയ്യിൽ വണ്ടി വരും. 8 ദിവസം പോരെ സെക്കൻഡ്സ് ഒക്കെ അങ്ങനെ കിട്ടൂലേ. അതൊക്കെയല്ലേ ഒരു സന്തോഷം. ഞാൻ വാട്സപ്പിൽ അയക്കാം. എനിക്കൊരു ഹായ് അയച്ചിട്ടേക്ക്. കുഴപ്പമില്ല, താമര. അതൊക്കെ പിന്നെ ആവാന്നേ. ഈ സമയത്തൊന്നും വേണ്ട. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, കൊറോണ ഒക്കെ വേണ്ട. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എപ്പോഴും വരാലോ. ഞാൻ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും വാട്സപ്പിൽ അയക്കാം.